ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പൊറോട്ട. പൊറോട്ട നമ്മളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണല്ലേ. മൈദയാണ്, എന്നാൽ പോലും നമുക്കെല്ലാവർക്കും പൊറോട്ട ഇപ്പോൾ കഴിക്കാൻ കറി വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ. ആയിട്ട് ഒരു 3 കപ്പ് മൈദ. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ ചായ കുടിക്കുന്നതൊക്കെ ഒരു ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് മൈദ പൊടി നിറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം, 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇതിൽ പഞ്ചസാര എന്തിനാണ് ഇടണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൊറോട്ടയിൽ നല്ലൊരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത്, കാരണം മൈദയിൽ പെട്ടെന്ന് വെള്ളം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ച് നന്നായിട്ട്, അതായത് നല്ല ചപ്പാത്തിയുടെ അത്ര കട്ടി വേണ്ട നമുക്ക് കുഴയ്ക്കുമ്പോൾ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണ പോലെ വേണം കുഴയ്ക്കാൻ. ഇത് കണ്ടോ, ഒരു വിധം ഏകദേശം കുഴഞ്ഞ് വന്നപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല ഞാൻ ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വീണ്ടും ഞാൻ ഒന്ന് കുഴച്ചെടുത്തു. ഇതൊരു 10 മിനിറ്റോളം ഞാനിങ്ങനെ കുഴയ്ക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ അത് സോഫ്റ്റ് ആവും. അതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് മിനിമം 1 മണിക്കൂർ വയ്ക്കുക. ഞാനിവിടെ ഒരു 3 മണിക്കൂറോളം വെച്ചു. ഇതാണ്ടോ എൻ്റെ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ ബോൾസ് ആക്കണം. അതിനായിട്ട് ഞാനിവിടെ കിച്ചൺ കൗണ്ടറിൽ കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ എല്ലാത്തിനും സെയിം ഓയിൽ തന്നെയായിട്ട് ഉപയോഗിക്കണം, സൺഫ്ലവർ ഓയിൽ. അതിനുശേഷം നമുക്ക് ഈ മാവ് ഒന്നും കൂടി കുഴച്ചിട്ട് ജസ്റ്റ് ഒന്ന് നീട്ടി പരത്തി കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടകളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീട്ടണേ. ഒരേ വലിപ്പത്തിലും ഒരേ നീളത്തിലും ഒരേ വീതിയും നീളത്തിലുള്ള പോലെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണേ. ഇങ്ങനെ പരത്തി നീട്ടിയതിന് ശേഷം അതിൻ്റെ കത്തി ഉപയോഗിച്ച് ഏകദേശം ഒരേ നീളത്തിലും വലിപ്പത്തിലുള്ള പീസസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലത്തെ വലിപ്പത്തിലുള്ള പൊറോട്ട കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ഞാൻ ഒരു സാധാരണ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ മാവ് ഏകദേശം ഒരു വലിപ്പം കണക്കനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണത്. അവസാനത്തെ ആയപ്പോൾ ഒരെണ്ണം ചെറുതായിപ്പോയി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വലിയ 6 പൊറോട്ടയും ഒരു ചെറിയ പൊറോട്ടയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവ് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം കണ്ടോ, ഈ ഉരുളകളാക്കാനായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തുള്ള മാവിനെ ഫോൾഡ് ചെയ്തിട്ട് അവസാനം മാത്രമേ ഉരുളകളാക്കിയാൽ മതി. കണ്ടോ, ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് സ്പീഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അത്യാവശ്യം സമയം എടുത്തിട്ടാട്ടോ ഈ വീഡിയോ കാണിക്കണേ. അങ്ങനെ നമ്മുടെ ഉരുളകളെല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. ഇനി ഇതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇനി റെസ്റ്റ് ചെയ്യണതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അതായത് ഈ എണ്ണ എന്ന് ഞാൻ പറയണത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിന് മേലെ മുഴുവൻ പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉരുട്ടാം, അല്ലാന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ഉരുട്ടിയിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ, അതായത് കിച്ചൺ കൗണ്ടറിൽ തന്നെയാണ് വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കണ്ടോ, ജസ്റ്റ് ആ എണ്ണ അതിൻ്റെ മുകളിലൊന്ന് കോട്ടാവണം, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു മണിക്കൂറത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു നനഞ്ഞ തുണി വീണ്ടും മുകളിലിടണം. നേരത്തെ നമ്മളെടുത്ത തുണിയില്ലേ, ആ തുണി തന്നെ ഒന്നും കൂടി ചെറുതായിട്ടൊരു നനവ് മതി കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പൊറോട്ടയൊക്കെ റെഡിയാക്കാനായിട്ട് അടുത്ത സ്റ്റേജ്, അങ്ങനെ പറയണം, അടുത്ത സ്റ്റേജിനായിട്ട് ഞാൻ വീണ്ടും ആ ഉരുട്ടിയ ഉരുളകളെല്ലാം ഒന്നും കൂടി ഉരുട്ടി അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇനി ലെയർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഈ പൊറോട്ടയിൽ. അപ്പോൾ ലെയർ കിട്ടാനായിട്ട് ഞാൻ വീണ്ടും ഒരു ഉരുള എടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ കൗണ്ടറിൽ തേച്ച് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടാതിരിക്കാൻ. ഒരു പൊറോട്ട എടുത്ത് ഒരു ഉണ്ട എടുത്ത് ഇതുപോലെ കൈ കൊണ്ട് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കോല് വെച്ചും പരത്താം, പക്ഷേ എനിക്ക് തോന്നിയ കുറച്ചും കൂടി എളുപ്പം കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ കിട്ടും.
സോഫ്റ്റായിട്ട്, വളരെ സോഫ്റ്റായിട്ട് നമുക്ക് വളരെ തിന്നായിട്ടുള്ള മാവ് കിട്ടും. അപ്പോൾ ഇത് പരത്തി ഏറ്റവും ഇടയിൽ പൊട്ടിപ്പോയി എന്നുള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒരുപാട് പൊട്ടാതെ ഇരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വേണമെങ്കിൽ കുറച്ച് ശേഷം എണ്ണയും തേക്കാം. അങ്ങനെ ഇത് പരത്തിയതിന് ശേഷം നമുക്കിനി ലെയർ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് അറിയണ്ടേ. അപ്പം ലെയർ ഉണ്ടാക്കാനായിട്ട് ഞാൻ സാധാരണ ഒരു കത്തി എടുക്കുക. കത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വരഞ്ഞു കൊടുക്കണം. അങ്ങനെ വരഞ്ഞ് ഇത് കണ്ടോ, ഇതേപോലെ വരഞ്ഞു കൊടുക്കുക. വരഞ്ഞതിന് ശേഷം രണ്ട് അറ്റത്തുനിന്നും കൂടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇതിങ്ങനെ വലിച്ചെടുക്കണം. ഇതാണ് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ടയുടെ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ മൈദയായ കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും. അത് നിങ്ങൾ പ്രശ്നമൊന്നും ആക്കണ്ട കേട്ടോ, അതൊന്നും പേടിക്കാനില്ല. ഇപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ആ കൗണ്ടറിൽ നമ്മൾ എണ്ണ തേക്കണത്. കിച്ചൺ കൗണ്ടർ ആകുമ്പോൾ എളുപ്പത്തിൽ കിട്ടും. സോ അങ്ങനെ അത് മുഴുവൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ ലെയർ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക. ഇതിനി ഒരു മിനിമം 20 മിനിറ്റ് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു സെറ്റിംഗ് ടൈമാണ്. ആ ഓയിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ അത്യാവശ്യം ഓയിലുണ്ട്. ഇതൊരു നനഞ്ഞ കവർ വെച്ച് തുണി വെച്ച് കവറല്ല, നനഞ്ഞൊരു തുണി വെച്ചിട്ട് വീണ്ടും കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പൊറോട്ടയും ഞാൻ ഇതേപോലെ കൈ കൊണ്ട് പരത്തി കൊടുക്കാൻ പോവുകയാണ്. സോ വീശാൻ അറിയണവർക്ക് ഈ സമയത്ത് വീശിയാൽ മതി. കണ്ടോ, ഇതുപോലെ ഞാൻ വീശാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഇതുപോലെ ഞാൻ വീശാൻ ശ്രമിച്ചിട്ട് എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെയർ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വീശിയിട്ടുള്ള പൊറോട്ട ഞങ്ങളിവിടെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളപ്പോൾ അത്രയും നമുക്ക് ഇങ്ങനെ ലെയർ കിട്ടുന്ന പോലെ കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഇതേപോലെ വേറൊരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഈ പൊറോട്ടയുടെ ഈ ഉരുട്ടിയതുണ്ടല്ലോ അതെല്ലാം ഇതേപോലെ പരത്തിയിട്ട് ഒന്നിൻ്റെ മുകളിലാക്കി വെച്ച് ഏകദേശം ഒരു വീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഉരുട്ടി വയ്ക്കുക. അങ്ങനെ ഞാൻ ചെയ്തപ്പോഴും എനിക്ക് അത്രയും അതിനേക്കാളൊക്കെ ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം, അതായത് ഞാനിപ്പോൾ എല്ലാം പരത്തി വന്ന് ഏകദേശം കുറച്ച് എല്ലാം ഇതേപോലെ തന്നെ ലെയറാക്കി വന്നപ്പോഴേക്കും ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ പതുക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 20 മിനിറ്റ് മിനിമം വയ്ക്കുക. കൂടുതൽ മാക്സിമം ഒരു മണിക്കൂർ വരെ വെക്കാം കേട്ടോ. അതിന് ശേഷം ഇത് കൈ കൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്കോലുകൊണ്ട് പരത്തുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെയറൊക്കെ പെട്ടെന്ന് അതിൽ ഒട്ടിപ്പിടിക്കും. അതിൽ നല്ലതാണ് കൈ കൊണ്ട് ഭയങ്കര പതുക്കെ പരത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് വലുതാക്കാൻ നിൽക്കണ്ട. ഒരുപാട് വലുതാക്കിയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിന്നായിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പൊറോട്ടയല്ലേ വേണ്ടത്. ഇതേപോലെ എല്ലാ പൊറോട്ടയും നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരത്തിയ പൊറോട്ട ഉടനെ തന്നെ ചൂടാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പരത്തി ചുട്ട് അങ്ങനെയാണ് ചെയ്യാൻ പോണത് കേട്ടോ. സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ മതി നമുക്ക് ഈ ഒരു പൊറോട്ട ചുട്ടെടുക്കാനായിട്ട്. പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് കറക്റ്റായിരിക്കണം, നല്ലപോലെ വെന്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ മൈദയുടെ ഒരു ചൊയ വരും നമുക്ക്. അപ്പോൾ ആ ഒരു കളർ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഒരു സൈഡിൽ ചെറുതായിട്ട് ബ്രൗൺ ഡോട്ട്സ് വരുന്നത് കാണുമ്പോൾ നമുക്ക് അടുത്ത് മറിച്ചിടാൻ പറ്റും. അങ്ങനെ മറിച്ചിടുമ്പോൾ നിങ്ങൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പൊറോട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പൊറോട്ടയാണെങ്കിലും വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുമ്പോൾ കുറച്ച് നെയ്യിട്ടൊന്ന് മൊരിച്ചെടുക്കുമ്പോൾ നല്ല സ്വാദാണത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ പൊറോട്ടയും ഉണ്ടാക്കിയ പൊറോട്ട ഉടനെ തന്നെ നമ്മൾ കാസറോളിൽ എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. കാസറോളിൽ മാറ്റി വെച്ച് അടച്ചു വയ്ക്കുക ചൂടോട് കൂടി തന്നെ. ഇങ്ങനെ എല്ലാ പൊറോട്ടയും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 7-8 പൊറോട്ട എനിക്ക് കിട്ടിയല്ലോ. 6-7 പൊറോട്ട നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഈ പൊറോട്ട എല്ലാം കൂടി നമുക്കിങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. എന്നാലേ ആ പൊറോട്ടയിലെ ലെയേഴ്സും അതേപോലെ തന്നെ കൂടുതൽ സോഫ്റ്റ് ആവുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചൊരു കട്ടി പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അതിങ്ങനെ കൈ കൊണ്ട് എല്ലാ സൈഡിലും ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ നല്ല ലെയർ കിട്ടും. ഇത് കണ്ടോ, നമുക്ക് നല്ല ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. കടയിൽ കിട്ടുന്ന പൊറോട്ടേനെ പോലെ തന്നെ ഏകദേശം നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നുള്ളൂ.
അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. മൈദ അത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൊറോട്ട കഴിക്കാൻ തോന്നുമ്പോൾ ഇപ്പോൾ വീട്ടിലിനി പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസും വരും, വീഡിയോയും കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.